മഹാസമ്മേളനമാണ് ഇവിടെ ആരംഭിക്കുന്നത്. 5 മണിക്കാണ് നമ്മളെ യോഗം അനൗൺസ് ചെയ്തത്. സഖാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് സന്ദർഭമായതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ നമ്മുടെ യോഗ നടപടികൾ ആരംഭിച്ച് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവ് മുകേഷ്, ശ്രീ എം മുകേഷിനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാനായി കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കമുള്ളവർ ഈ വേദിയിലേക്ക് എത്തുകയാണ്. സ്വതന്ത്ര ഭാരതം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അപകടകരമായ ചില സാഹചര്യങ്ങൾ ഉടലെടുത്തിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ കാണും. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിനിയോഗിക്കുന്ന ഓരോ സമ്മതിദാനാവകാശവും നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് വേണ്ടിയാണ് എന്ന ചിന്തയോട് വേണം ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ. പലരും ജനിക്കുന്നതിന് മുമ്പേ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് റേഷൻ കട. 2-3 തലമുറയായി റേഷൻ കട നടത്തുന്നവരല്ലേ. അപ്പൊ റേഷൻ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് റേഷൻ നൽകുന്ന സർക്കാർ ഈ റേഷൻ ആദ്യമായിട്ട് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതിനു മുമ്പ് റേഷൻ ഇല്ല. റേഷൻ കടയിലെ റേഷൻ കാർഡും റേഷൻ കട അറിയാത്ത ഒരാളും നമ്മുടെ നാട്ടിൽ. പക്ഷെ TV തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് റേഷൻ കൊടുത്ത നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. റേഷൻ വെട്ടിക്കുറയ്ക്കില്ല. എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ട്? റേഷന് മണ്ണെണ്ണ ഉണ്ടായിരുന്നു, ഗോതമ്പുണ്ടായിരുന്നു, അരി ഉണ്ടായിരുന്നു. അതെല്ലാം കുറച്ച് കൊണ്ടുവരാം. മൻമോഹൻ സിംഗിന്റെ കാലം മുതൽ ഇങ്ങോട്ട് റേഷൻ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കുറച്ച് കൊണ്ടുവന്നേച്ച് ഇപ്പൊ ഒരു കണ്ടുപിടുത്തം തെരഞ്ഞെടുപ്പായപ്പോൾ റേഷൻ കട കണ്ടുപിടിച്ച അപ്പൂപ്പൻ, കൊച്ചുകുഞ്ഞിനെ കൊണ്ട് പറയുന്ന റേഷൻ കട കണ്ടുപിടിച്ച അപ്പൂപ്പൻ. ഞാൻ ആലോചിച്ചപ്പോൾ ഈ നമ്മൾ ഇത്രയും നേരം കണ്ട റേഷൻ കടയും ഈ റേഷനരി റേഷൻ കാർഡ് ഒക്കെ വെറുതെ ആയിരുന്നു. സത്യത്തിൽ BJP സർക്കാർ ഇപ്പോഴാണ് റേഷൻ കട എന്നൊരു സാധനം അറിയുന്നത്. ഇതിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലത്തെ സ്ഥാനാർത്ഥിയെ കാരണം നമ്മൾ ഒരുപാട് ഇലക്ഷനുകൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും പാർലമെൻറ്റ് ഇലക്ഷൻ. ഇപ്പോൾ ഗണേശൻ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ഒരു ഇലക്ഷനല്ല, വളരെ പ്രാധാന്യമുള്ള ഒരു ഇലക്ഷനാണ്. അതെന്താണെന്ന് പ്രബുദ്ധരായ കേരളത്തിലെ കൊല്ലത്തിലെ ജനങ്ങൾക്കറിയാം. പ്രധാനമായിട്ടും 3 കക്ഷികളാണ് ഇവിടെ മത്സരിക്കുന്നത്. ഒന്ന് BJP കേന്ദ്രം ഭരിക്കുന്നു, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, നാളെ നമുക്ക് അറിഞ്ഞുകൂടാ. കേന്ദ്രം ഭരിക്കുന്ന BJP ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു, ഈ പ്രാവശ്യം കേരളം ഞങ്ങൾ പിടിച്ചെടുക്കും. കേരളത്തിൻ്റെ സംസ്കാരം മാറും, പേര് മാറും, ചരിത്രം മാറും. അതിന് 100% ഒത്താശ കൊടുക്കുന്ന ഒരു UDF കക്ഷി. UDFും BJPയും ഒക്കെ ചിന്തിക്കുന്ന, വായിക്കുന്ന സാക്ഷര കേരളത്തിനറിയാം. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ UDF, എഴുന്നേൽക്കുമ്പോൾ BJP ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു കാരണവശാലും മോശം പറയരുത് എന്നാണ് എൻ്റെ തുടക്കം മുതലുള്ള ആഗ്രഹവും അങ്ങനെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ കൂടെ ഭക്ഷണം കഴിച്ചിരിക്കാം. പ്രധാനമന്ത്രി പറഞ്ഞതാണ്, അങ്ങനെ ഒരു പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞിരിക്കാം. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു എന്ന് പറഞ്ഞിരിക്കാം. എന്ന് വിചാരിച്ച് അദ്ദേഹം അങ്ങോട്ട് പോകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട കേട്ടോ. അങ്ങനെയൊന്നും പോകത്തില്ല എന്നാണ് നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. കാര്യം അത് കൊല്ലംകാർക്ക് ഒരു മോശമാണ്. ഈ സംസ്കാരം മാറും,
അങ്ങോട്ട് പോയാലല്ലേ പോകാൻ പറ്റും. അങ്ങോട്ട് പോയാലേ പോകാൻ പറ്റൂ. ഇത് വേറെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞില്ലല്ലോ. വലിയ ബുദ്ധിമാന്മാരല്ലേ. അപ്പോൾ ഈ സംസ്കാരം മാറ്റും എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, മതേതരത്വം മുറിച്ചു മാറ്റും. ഈ സന്തോഷവും സമാധാനവും സൗഹൃദവും ഈ ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ആ സുന്ദര കേരളം ഇല്ലാതാക്കും എന്ന് തന്നെയാണ്. വെറുപ്പും വിദ്വേഷവും കൂട്ടിക്കലർത്തി മനുഷ്യരെ അടിച്ചു മാറ്റിക്കുന്ന അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസാണ് എല്ലാ സ്ഥലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ കൊല്ലത്തിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് പത്രത്തിലൊരു വാർത്ത വന്നു. മുസ്ലിം സഹോദരന്മാർക്ക് നോമ്പ് തുറക്കാൻ സ്ഥലമില്ല, ചെറിയ പള്ളിയാണ്. അപ്പോൾ അമ്പലം ഭാരവാഹികൾ പറയുന്നു, നിങ്ങൾ ഈ കോമ്പൗണ്ടിൽ തുറന്നുള്ളൂ, ഒരു വശത്ത് ദീപാരാധന, മറുവശത്ത് നോമ്പ് തുറക്കും. ലോകത്ത് ഇത്രയും മനോഹരമായ ഒരു കാഴ്ച കേരളത്തിലല്ലാതെ വേറെങ്ങും കാണാൻ പറ്റില്ല. കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി വേദിയിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ കയ്യടിയോടെ ആവേശത്തോടെ നമുക്ക് സ്വീകരിക്കാം. അദ്ദേഹം വേദിയിലേക്ക് കടന്നു വരികയാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി നേടുന്ന എം മുകേഷിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാനായി അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. വാങ്ങുന്നതിന് ബഹുമാനപ്പെട്ട ധനകാര്യ മുഖ്യമന്ത്രി സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമ്മുടെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ രാജ്യത്തെ ജനങ്ങൾക്കാകെ ബോധ്യമുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ തെരഞ്ഞെടുപ്പുകളും രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്നു. പക്ഷെ ഇവിടെ പ്രശ്നം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരുപാട് മൂല്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് തകർക്കുന്നത് ഇതെല്ലാം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഓരോ നടപടിയും രാജ്യത്തിന് വലിയ തോതിലുള്ള അപകടമാണ് വരുത്തിവരുന്നത്. മതനിരപേക്ഷത, ജനാധിപത്യം, സ്വാതന്ത്ര്യം, നാം നേടിയ ഒരുമയും ഐക്യവും ദേശീയോദ്ഗ്രഥനം, ഇങ്ങനെ എല്ലാം അപകടത്തിലാകുന്നു എന്നതാണ്. സർവോപരി രാഷ്ട്രം അപകടത്തിലാകുന്നു എന്നതാണ് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. വല്ലാത്തൊരു ദുരന്ത സമീപനമാണ്. ഒരു സംഘപരിവാർ മനസ്സോടെയാണ് കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. മതനിരപേക്ഷമായ നിലപാട് സ്വീകരിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചു പോകും. ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനോട് കഴിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ അനുഭവം എടുത്താൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുപോയ എംപിമാരിൽ 18 പേര് UDF-കാരായിരുന്നു. ഈ 18 പേര് ഏതെങ്കിലും ഘട്ടത്തിൽ രാജ്യത്ത് ഉയർന്നു വന്ന മതനിരപേക്ഷതയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചില്ല. ഒരുപാട് പ്രശ്നങ്ങൾ വന്നു.
ഒന്നിനും കൃത്യമായ നിലപാട് അവർക്ക് സ്വീകരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്നാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് പോയിട്ടുള്ളത്. നാടിൻ്റെ പ്രശ്നങ്ങൾ നാടിനോടൊപ്പം നിന്നോ അതൊന്നുമില്ല. എല്ലാ കാര്യത്തിലും BJP ഗവൺമെൻറ്റിനോടൊപ്പമാണ്. ഇത് നമ്മുടെ അനുഭവത്തിലുള്ളൊരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ മുടങ്ങാതിരുന്നു എന്നതാണ് ഇതിൻ്റെ ഫലമായി സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്നവർ നിലപാടിൽ തെളിമയും ആശയത്തിൽ വ്യക്തതയുമുള്ളവരാണ്. ഇത് വളരെ പ്രധാനമാണ് എന്നതാണ്. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളിൽ നാടിനോടൊപ്പം അണിനിരക്കാൻ തയ്യാറാവും. ഇവിടെ രാജ്യത്തിൻ്റെ പൊതുവായ സാഹചര്യം നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കേരളത്തിലും ജയിച്ചു പോകുന്നവർ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നവരാണ്. ഒരു കേരള വിരുദ്ധ സമീപനം BJP തുടർച്ചയായി സ്വീകരിച്ചിട്ടുണ്ട്. ആ കേരള വിരുദ്ധ സമീപനമാണ് കോൺഗ്രസും UDF ഈ 20-ൽ 18 MP-മാരും ആ 18-അംഗ സംഘം എല്ലാ കാര്യത്തിലും സ്വീകരിച്ചത് എന്നത് നാം കാണണം. ഇവിടെ കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് M. മുകേഷ് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ആളാണ്. ഈ നിലപാടിൽ തെളിവിൽ ആശയത്തിൽ വ്യക്തതയിൽ നല്ലതുപോലെയുള്ള ഒരു പൊതുപ്രവർത്തകരെ എല്ലാവർക്കും ആ കാര്യം ബോധ്യമുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് ആർക്കും ഉണ്ടാകില്ല. ഇതേവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലെല്ലാം ഈയൊരു വ്യക്തത, നല്ല ആശയവ്യക്തതയോടെ അദ്ദേഹത്തിന് കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭാ പ്രവർത്തനം, പൊതുപ്രവർത്തനം ഇത് മാതൃകാപരമായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നയാൾ പിന്നെ നമുക്കൊരു തരത്തിലും ദുഃഖിക്കാൻ ഇടവരുത്താത്ത സമീപനം സ്വീകരിക്കുന്നയാളാണ്. ആ കാര്യത്തിൽ ആർക്കും മുകേഷിൻ്റെ കാര്യത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല എന്നത് നല്ല ഉറപ്പുണ്ടാകും. അപ്പോൾ അതിൻ്റെല്ലാം ഭാഗമായി മുകേഷിനെ അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ അരിവാച്ചിയുടെ നക്ഷത്ര പടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ കൊല്ലം മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നേതാക്കൾ സംസാരിക്കാനുണ്ട്, പക്ഷെ അവരാരും തന്നെ സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പങ്കെടുത്ത മുഴുവൻ പേർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം പെരുന്നാൾ ആശംസകൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു.